സംഭവം ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഒന്നാമതേ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഉള്ള സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഒരു റൂമിൽ പോയി ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും കിടക്കേണ്ടി വരുമ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ സേഫ് ആണോ, എല്ലാവരും കയറി വരുമോ, നമുക്ക് ഉപദ്രവിക്കാൻ വരാം, അങ്ങനെ കള്ളന്മാർ അങ്ങനത്തെ കാര്യമല്ലാതെ പ്രേതം ഇരുട്ട് ഈ സാധനം നമ്മൾ ചിന്തിക്കുന്നേ അപ്പൊ അതുകൊണ്ട് നമ്മള് അത് വലിയൊരു ബുദ്ധിമുട്ട്. എനിക്കിപ്പോ റൂമിലവള് അത് സത്യമാണ്. അത് മാത്രമാണ് ഞാൻ ഇത്ര വർഷം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ലൈറ്റ് ഇടണം. ശരി, എനിക്ക് മറ്റേ വെളിച്ചം ദുഃഖമാണ് അതാണ്. ഏട്ടാ ആ റൂമിൽ അങ്ങനെയുണ്ട്, ഈ റൂമിൽ അങ്ങനെയുണ്ട്, എന്തുണ്ടെന്ന്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇവള് ഇപ്പം നമ്മൾ ഉറങ്ങാം, സാരം ഉറങ്ങണം, നമ്മള് ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ വെള്ളം കുടിക്കാൻ അങ്ങനെ എഴുന്നേക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ചോദിക്കാതെ അവിടെ ഓൾറെഡി പേടിക്കാനായിട്ട് അങ്ങനെ പേടിക്കാനായിട്ട് അവൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വളരെ ശബ്ദമില്ലാതെ പോളൂ. കാരണം ഒരു ശബ്ദം കേട്ട അവള് പേടിച്ചുകൊണ്ടേ അവള് ഞെട്ടി എഴുന്നേക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മുടെ അടുത്ത് ആള് ഓൾറെഡി നമ്മൾ റൂമിലാണെന്നൊക്കെ അറിയുന്നതുകൊണ്ട് ഇപ്പം നോർമലി അങ്ങനെ രണ്ടുപേരുണ്ടെങ്കിൽ എണീറ്റ് വന്ന് അങ്ങനെയല്ല നോക്കുന്നില്ല. അങ്ങനെയല്ല, അവള് ഞെട്ടി ആരാ അങ്ങനെ. അപ്പൊ ആ ഒരു പേടി ഓൾറെഡി കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലാതെ പേടിയോട് കൂടി സമീപിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ മറന്നു, അതല്ല ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ കഴുത്തിൽ കുത്തി പിടിച്ച പോലെ നമുക്ക് അടങ്ങാൻ പറ്റാത്ത അതൊരു ഇതാണ് സംഭവം. അത് ഓൾറെഡി അല്ല അത് അതിന്റെ പേര് ഞാൻ പറഞ്ഞു. അത് പറയാം. ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ഉറക്കത്തിലാണ് കൂടുതൽ കഥകൾ നടക്കുന്നത്. ഉറക്കവുമായി ബന്ധപ്പെട്ട അതായത് ഇപ്പൊ ഉറങ്ങുമ്പോൾ എല്ലാവരും റിയാക്ഷൻ ഉണ്ടാവും. ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ എണീച്ച് നടക്കുമോ? അല്ലല്ലോ, ഫേസിൽ എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടാവോ? നമുക്കറിയില്ല. ഉറങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നത് പൊതുവെ നമ്മളിങ്ങനെയാണ്. പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ സംസാരിച്ചത്, അതിന് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ആ എക്സ്പ്രഷൻ അവളുടെ ഫേസിൽ രാവിലെ എഴുന്നേക്കുന്നവരെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ദേഷ്യം പിടിച്ച് ഞാൻ കിടക്കുമെന്ന് പറഞ്ഞാൽ കുറുമ്പ് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അവളുടെ ഫേസ് രാവിലെ വരെ. അത് നമ്മളിടയ്ക്ക് ഞാൻ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് നോക്കുമ്പോണ്ടോ ഇങ്ങനെ ആയിരിക്കും ഉറങ്ങുന്നത്. ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. പിന്നെ നമ്മൾ തമാശ ഒന്ന് പോയിട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ച് എനിക്ക് വയ്യെന്ന് കുറിച്ചിട്ട് അങ്ങനെ ആയിരിക്കും രാവിലെ വരെ ഉറങ്ങുന്നത്. അങ്ങനെ എന്താണോ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ ആ വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അവളുടെ എക്സ്പ്രഷൻ ഉണ്ടാവും ഫേസിൽ. അത് ഞാൻ ഇവൾക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ സീരിയസിൽ ഞാനിത് വിശ്വസിച്ചിട്ടില്ല. ഞാൻ പിന്നെ അവസാനം വീഡിയോ എടുത്തിട്ട് എനിക്ക് അല്ലല്ല, അത് നോർമലി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കുറുമ്പ് പിടിച്ച എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഫേസിൽ അത് അങ്ങനെ തന്നെയാണ് ഓർമ്മ. രാവിലെ എനിക്കും ഓർമ്മ ഉണ്ടാവോ? ആദ്യം കല്യാണം കഴിച്ച് വന്ന ഉടനെ ഓർമ്മ ഉണ്ടാവുന്നു. അതെ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് കൂടി കഴിഞ്ഞാൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ വളരെ അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഒരാളേ അല്ല ഞാൻ, അല്ലേ? അപ്പൊ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ദേഷ്യം പിടിച്ച അപ്പൊ ഇവർക്ക് കുറുമ്പ് 2 ദിവസം 3 ദിവസം ഒക്കെ ഉണ്ടാവും. എനിക്കിത് ഇഷ്ടമല്ലാതെ എനിക്കിത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളത് പറഞ്ഞു എനിക്കത് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 മിനിറ്റ് ഓർമ്മ ഉണ്ടാവില്ല. എന്തിനാ മിണ്ടാ നടക്കാൻ മാത്രം കാര്യം? ഓ അങ്ങനെ അപ്പൊ അങ്ങനെ കുറഞ്ഞു. 3 ദിവസം 2 ദിവസമായി, പിന്നെ 1 ദിവസമായി, പിന്നെ അര ദിവസമായി, ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവില്ലേ? നീയല്ലേ ഇപ്പൊ എന്നോട് വേണമെങ്കിൽ പോയത് സ്ഥിരമായി. സോറി പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്റെ ഇടയില്. സോറി ഞാൻ തന്നെയായിരുന്നു ആദ്യം നടന്നിട്ടൊന്നുമല്ല. പുറകെ നടന്നിട്ടൊന്നുമല്ല. ഞാൻ സോറി എന്ന് പറയാ. ആരോടും പറയണ്ട, കാല് പിടിച്ചിട്ട് സോറി ലേലുവല്ലോ ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൊണ്ടുപോയ സിനിമ വെറുതെ അല്ല ഭാര്യ, വെറുതെ ഒരു ഭാര്യ അതായിരുന്നോ? എന്തിനാ അങ്ങനെ അത് തെരഞ്ഞെടുത്ത് പോയതാണോ കല്യാണം കഴിഞ്ഞ ഉടനെ? വേറെ പടങ്ങളൊക്കെ കളിക്കുന്നുണ്ടാവുമല്ലോ, പിന്നെ ഞാൻ അതിന് പോകണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു റീസൺ? നമ്മളിപ്പം ചില കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയാന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ മനസ്സിലാക്കാൻ പറ്റിയ 2-3 മാസമൊക്കെ ഇല്ലേ? അല്ല, ഉടനെ തന്നെ. അടുത്ത മാസമാണ്. ഒരു മാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്തൊക്കെ മനസ്സിലാക്കി ആ ഒരു സമയത്ത്? എന്തായിരുന്നു റീസൺ മെയിൻ ആയിട്ട്? ഇവളെ ഇതൊക്കെ കാണിച്ച ഇവള് ശരിയാവുന്നാണോ, അതോ ഇങ്ങനെയൊന്നും ചെയ്യരുത്? വെറുതെ അല്ല ഭാര്യയുടെ സെക്കൻഡ് പാർട്ട് അല്ലായിരുന്നു. വെറുതെ ഒരു ഭാര്യ, വെറുതെ അല്ല ഭാര്യയായിരുന്നു രണ്ടാമത്. ഞാൻ പറഞ്ഞില്ല ടിക്കറ്റ് ബുക്ക് ചെയ്തു വെറുതെ അല്ല ഭാര്യ. അപ്പൊ മനസ്സിലായി കാണിക്കാൻ വേണ്ടി. ഓക്കെ, വെറുതെ അല്ല ഭാര്യയുടെ പവർ ആസ് എ ഭാര്യ എങ്ങനെയുണ്ട്? സീരിയസ് ആയിട്ട് തമാശയായിട്ട് പറയണോ? സീരിയസ് ആയിട്ട് ഞാൻ സത്യം പറയാം, വളരെ നല്ല ഭാര്യയാണ്. കുറുമ്പ് കുറച്ച് കൂടുതലാണ്, പക്ഷെ ആള് ഭയങ്കര ഡീസന്റ് ആണ്. ആള് പാവമാണ്,
ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാം ട്രോള് ചെയ്തൊക്കെ പോരും ചെയ്യും. കേട്ടോ. പക്ഷേ ഭയങ്കര കുറുമ്പ അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകും നല്ല ചെറിയ ചെറിയ അനുസരണയാണ്. അങ്ങനത്തെ പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യും. എടീ നീ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യണം മനസ്സിലായി. പുള്ളി പറയുന്നുണ്ടല്ലോ പുള്ളിയുടെ ഈ പെർഫെക്ഷനിസ്റ്റ് ആണോ ഭയങ്കര എന്ത് കാര്യവും ആ രീതിയിൽ പോയി ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ അത് നന്നാവുള്ളൂ. എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടാവും. അപ്പൊ എന്നെ ഇങ്ങനെ തത്തമ്മ പൂച്ച പൂച്ച പറഞ്ഞ് പഠിപ്പിക്കും, അങ്ങനെ പറയണം. അവസാനം ഞാൻ വോയിസ് അയക്കും, ചിന്നു ഇങ്ങനെ പറയാനാണോ ഞാൻ നിന്നോട് പറഞ്ഞത്? സത്യമാണോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ അവള് ഞാൻ പറയുന്ന പോലെ ഉൾക്കൊണ്ട് പറയാം എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അവള് പറയുന്ന ഈ ഗ്രാമറ്റിക്കൽ അത് മാറിപ്പോകും. ടോണ് മാറിപ്പോ, ടോണല്ല അവള് പറയുന്ന കാര്യത്തിന്റെ ഉദ്ദേശശുദ്ധി മാറും. ഉദ്ദേശമല്ല ആ സെന്റൻസിന്റെ സംഭവം മാറിപ്പോകും. ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാല് ഇത് മാറുമല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ടോട്ടലി മാറിപ്പോകും. ഞാൻ പറഞ്ഞ അല്ല അതങ്ങനെ പറയുമ്പോ അത് ചെറിയ വേർഡല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ചെറിയ വേർഡാണെങ്കിൽ അതിനർത്ഥം അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ അത് പ്രശ്നം ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവള് സമ്മതിച്ചില്ല. ഓ പിന്നെ ആ ഒന്നൊരു പ്രശ്നമൊന്നുമില്ല, ഇത് പ്രശ്നമില്ല, അതങ്ങനെ സംഭവിച്ചില്ലേ, അത് വലിയ കാര്യം. എനിക്കൊന്നും എല്ലാ സ്ത്രീകൾ പൊതുവെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ. ചെറുതായിട്ട് നമ്മളെ മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇത്ര കാലമായിട്ട്. ഞാൻ ഒരു കാര്യം വെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്താ തോന്നാറങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത്? ഞാൻ ഏതോ സ്കൂളിൽ പോയി പഠിച്ചിട്ട് അവിടുന്ന് പരീക്ഷ എഴുതി പാസ്, ഞാൻ തോറ്റു പോയൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തന്ന് വിട്ടിട്ട് അവിടെ പോയിട്ട് കയ്യിൽ നിന്ന് പോയി തിരിച്ചു വന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ എപ്പോഴും അതല്ലേ ഉള്ളൂ. ഓക്കെ, തിരിച്ച് ഇപ്പം പ്രൊഫഷണലി വരുന്ന സമയത്ത് സൗപർണികയാണ് കുറച്ചുകൂടെ സീനിയർ. ആ ഒരു അത്രയും ചെറിയ പ്രായത്തിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സൗപർണിക എന്തെങ്കിലും ഉപദേശങ്ങൾ തരാറുണ്ടോ? ആക്ടിങ് കാര്യത്തിലാണ്. ആക്ടിങ് ഈ പ്രൊഫഷൻ ഈ ഫീൽഡിലേക്ക് ഉള്ള സമയത്ത് അവള് തരാറില്ല, പക്ഷെ അവളോട് ചോദിക്കാറുണ്ട്. എന്താണ് എന്തായാലും എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി വരും. അവളായിട്ട് അത് പറഞ്ഞു തരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ അവൾ ടൈപ്പാണ്. അപ്പൊ വരുമ്പോൾ അവള് എടി അത് നീ പറയുന്നത് നിനക്കല്ലേ ഇത്ര കാര്യമായിട്ട് അറിയാം ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാത്ത അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ സീരിയൽ അഭിനയിക്കുന്ന ഒരു ടൈപ്പ് സംഭവം, ഇപ്പോഴത്തെ സിനിമ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. സീരിയലും സിനിമയും തമ്മിൽ ആ ആക്ടിംഗ് വൈസ് കുറെ വ്യത്യാസങ്ങളുണ്ട്. അതിലിപ്പോ അത് വെച്ചാൽ നമ്മൾ ടൈം, കാരണം ഈ എപ്പിസോഡ് കൊടുക്കേണ്ടത് കൊണ്ട് അവർക്ക് അങ്ങനെ പെർഫെക്ഷൻ നോക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് പടവടെ നമുക്ക് സീൻസ് എടുത്ത് കൊടുക്കേണ്ടി വരും, ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇത് സിനിമ അങ്ങനെയല്ലോ, നമുക്ക് ടൈം എടുത്ത് ഓരോ റിയാക്ഷനും പക്ക കറക്റ്റ് ആക്കി അങ്ങനെയാണല്ലോ പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിങ് നീ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ ഇതാക്കും. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അറിയാം, ഭയങ്കരമായിട്ട് കാണും, ഒരുപാട് മൂവീസ് കാണുന്ന എക്സ്പീരിയൻസ് ആണ്. ഞാൻ എല്ലാ ഭാഷയിലും എല്ലാ പടങ്ങളും കാണും, എല്ലാ ജോണറും കാണും. എല്ലാ ജോണറും കാണും, എല്ലാ ഭാഷയിലുള്ള അങ്ങനെ എല്ലാം കാണും. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിംസ് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കുറെ എന്റെ ഒരു ആരാധന ആയതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. സീരിയലിനെ സംബന്ധിച്ചോളം എന്താ എനിക്ക് തോന്നിച്ചാല് അതൊരു അങ്ങനെ ഒരു ബിസിനസ് ആണ്. സീരിയൽ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എപ്പോഴും കൂടുതൽ ട്രോള് കിട്ടുന്ന ഒരു ഏരിയ ആണ്. കാരണം ഓവർ ആക്ടിങ്ങിന്റെ പേരിൽ, ഈ നീണ്ടു പോകുന്നതിന്റെ പേരിൽ, ഇന്ന് ഗർഭിണിയായ അടുത്ത വർഷം മീൻസ് അങ്ങനെയാണ് ആ ഒരു ഗർഭകാലമൊക്കെ പോകുക. അപ്പം അതിൽ ഓവർ ആക്ടിങ്ങിനെ കുറിച്ച് അപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, സീരിയലിന് അങ്ങനത്തെ ഒരു ആക്ടിങ് ആണ് വേണ്ടത്. മറ്റേ സുശീലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് സാധനം. അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം കാണുമ്പോ എന്ത് തോന്നും? പഴയത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയി, കുറച്ചും കൂടെ ഇതായല്ലോ. പക്ഷെ പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ എന്തോ ഞാൻ കാണിച്ചു വെച്ചത് എന്നൊക്കെ ഞാൻ ചില എപ്പിസോഡ്സ് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.